ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സിലെ പ്രൊസീജിയർ കീ എന്ന ടോപ്പിക്കിലെ ടാക്സോണമി പ്രൊസീജിയേഴ്സ്, അതിൽ കളക്ഷൻ, പ്രിസർവേഷൻ, ക്യൂറേറ്റിംഗ്, ഐഡന്റിഫിക്കേഷൻ എന്നീ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. വാട്ട് ഈസ് ടാക്സോണമിക് പ്രൊസീജിയേഴ്സ്? ദാറ്റ് ഡീൽസ് വിത്ത് ദ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് or organisms which include the classification, identification, proper preservation, publication, etc. ജീവജാലങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ പ്രിസർവ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്ത് അവയെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ടാക്സോണമിക് പ്രൊസീജിയേഴ്സിലുള്ളത്. ടാക്സോണമിക് പ്രൊസീജിയർ ഇൻവോൾവ്സ് 4 മേജർ ആൻഡ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ്. ഈ ഒരു പ്രൊസീജിയറിൽ പ്രധാനപ്പെട്ട 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ, ദെൻ പ്രിസർവേഷൻ, ക്യൂറേറ്റിംഗ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഫസ്റ്റ് വൺ, കളക്ഷൻ. നമുക്കറിയാം, നമുക്ക് വേണ്ട ജീവജാലങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവജാലങ്ങളെ കളക്ട് ചെയ്യുന്നു. കളക്ഷൻ ഓഫ് എ സ്പെസിമെൻ ഈസ് ദ ഫോർമോസ്റ്റ് ബട്ട് ഡിഫറെന്റ് ടാസ്ക് ഓഫ് എ ടാക്സോണമിസ്റ്റ്. ഏറ്റവും ടാസ്ക് പിടിച്ചൊരു ജോലി തന്നെയാണ് കളക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ജീവജാലങ്ങളെ കളക്ട് ചെയ്തെടുക്കാം, ജീവനോടെയോ അല്ലാതെയോ കളക്ട് ചെയ്തെടുക്കുക. ജീവനോടെ കളക്ട് ചെയ്തെടുത്താലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അതൊരു ടാസ്ക് തന്നെയാണ്. That deals with the collection of specimens from different area. പല ഏരിയകളിൽ നിന്ന്, പല ഹാബിറ്റാറ്റുകളിൽ നിന്ന് ജീവജാലങ്ങളെ കളക്ട് ചെയ്യാം. The collection can either be borrowed from the museum, institution or collected by specialist by himself. ഈ കളക്ഷനിൽ ചിലപ്പോൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് മ്യൂസിയത്തിൽ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ ക്യാച്ച് ചെയ്ത് പിടിക്കുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയും ഉണ്ട്. There are various collecting methods to collect animals. പലതരം കളക്ടിങ് മെത്തേഡ്സുകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയസ് ടെക്നിക്സ് ഫോർ അനിമൽ കളക്ഷൻ. അനിമൽ കളക്ഷന്റെ വിവിധ കളക്ഷൻ മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഹാൻഡ് പിക്കിംഗ്. നമുക്കറിയാം, പേര് കൊണ്ട് തന്നെ അറിയാം, കൈ കൊണ്ട് നേരിട്ട് കളക്ട് ചെയ്യുന്ന രീതി. അതിനുവേണ്ടി ഫോൾസെപ്സ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറ്. രണ്ടാമത്താണ് നെറ്റിംഗ്. പല ഇൻസെക്റ്റുകളെയും ഫിഷസിനെയും ഫ്രോഗിനെയൊക്കെ കളക്ട് ചെയ്യുന്ന നെറ്റിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കും. നെറ്റ് പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതിന് സീപ്പ് നെറ്റ്, ഇൻസെക്റ്റുകളെ പിടിക്കുന്ന സീപ്പ് നെറ്റ് പോലെ, അതുപോലെ ഫിഷ് നെറ്റും അതുപോലെ മറ്റു തരത്തിലുള്ള നെറ്റുകൾ ഉപയോഗിച്ച് ഒരുപാട് ജീവജാലങ്ങളെ കളക്ട് ചെയ്തെടുക്കുന്നു. അടുത്തത് ട്രാപ്പിംഗ് ഓർ പിറ്റ്ഫാൾ ട്രാപ്പ്. അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ ഏതെങ്കിലും കുഴികൾ ഉണ്ടാക്കി അതിനകത്ത് ജാറുകളോ കണ്ടെയ്നറുകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കെണികൾ വെച്ച് അതിലെ ജീവജാലങ്ങളെ, പ്രത്യേകിച്ച് ഇഴഞ്ഞു നടക്കുന്ന ജീവജാലങ്ങളെ ക്യാച്ച് ചെയ്യുന്ന മെത്തേഡാണ് സ്മാൾ ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സ്, ചെറിയ ജീവജാലങ്ങളെ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ട്രാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെയ്റ്റ് ഓർ ലൈറ്റ് ട്രാപ്പ്. ചില അനിമൽസിനെ അട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണ്. പ്രത്യേകിച്ച് UV ലൈറ്റ്, യൂട്ടിലൈസിങ് UV ലൈറ്റോ അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻസെക്റ്റുകളെയോ ചെറിയ മാമൻസ്, റോഡൻസ് പോലുള്ള മാമൻസിനെയൊക്കെ അട്രാക്ട് ചെയ്ത് കെണിയിൽ വീട്ടുന്ന ടെക്നിക്കാണ് ബെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈവ് ട്രാപ്പ്. ജീവനോടെ ഒരു മുറിവും ഉണ്ടാകാതെ, ഇഞ്ചുറി ഒന്നും ഉണ്ടാകാതെ തന്നെ ജീവനോടെ തന്നെ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ലൈവ് ട്രാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്ഷൻ അപ്പാരറ്റസ് ഓർ കൂട്ട്. അതായത് ചെറിയ ഇഴഞ്ഞു പോകുന്ന ജീവജാലങ്ങൾ, ഇൻസെക്ട് പോലുള്ള ജീവജാലങ്ങളെ, പ്രത്യേകിച്ച് മരത്തിന്റെ ബാർക്കിലും റോക്കിലും കാണപ്പെടുന്ന ജീവജാലങ്ങളെ സക്ഷൻ അപ്പാരറ്റസ് മെത്തേഡ്, സക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന മെത്തേഡാണിത്. വെർട്ടിബ്രേറ്റ് സാമ്പിളിംഗ്. അതായത് ചെറിയ നെറ്റുകൾ, സ്പെഷ്യലൈസ്ഡ് നെറ്റുകൾ, ഗിൽ നെറ്റോ ബാഗ് സീൻസോ ഉപയോഗിച്ചുകൊണ്ട് ഫിഷസിനെയും മറ്റു അക്വാട്ടിക് ക്രിയേച്ചേഴ്സിനെയും കളക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് വെർട്ടിബ്രേറ്റ് സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെർലീസ് ഫണൽ. അതായത് ചെറിയ ആർത്രോപോഡുകളെ, സോയിലിൽ കാണപ്പെടുന്ന കുഞ്ഞ് ആർത്രോപോഡുകളെയോ അല്ലെങ്കിൽ ലീഫ് ലിറ്റർ സാമ്പിളുകളെയോ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ബെർലീസ് ഫണൽ. കിൽ ബോട്ടിൽസ്. ഈ ജാറ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ഏതെങ്കിലും കെമിക്കൽ, ക്ലോറോഫോമോ അല്ലെങ്കിൽ ഈതയിൽ അസറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്ത്, ഡാമേജ് വരാതെ ട്രാപ്പ് ചെയ്ത് കില്ല് ചെയ്യുന്ന മെത്തേഡാണ് കിൽ ബോട്ടിൽസ് എന്ന് പറയുന്നത്. ഡിഗിങ് ആൻഡ് ട്രെയിനിങ്. അത് നമുക്കറിയാം, കുഴിച്ചെടുക്കുക. ആംബിയോക്സ് പോലുള്ള ജീവജാലങ്ങളെ കളക്ട് ചെയ്യുന്നത് ഡിഗിങ് ആൻഡ് ട്രെയിനിങ് മെത്തേഡിലൂടെയാണ്. ഷൂട്ടിംഗ്. നമുക്കറിയാം, സ്നേക്സുകളെയോ ബേഡ്സുകളെയോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് റണ്ണിങ് ചെയ്യുന്ന റോഡൻസുകളെയോ മറ്റു കാർണിവോറസ് ആനിമൽസിനെയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഗണ്ണോ പിസ്റ്റലോ ഷൂട്ട് ചെയ്തുകൊണ്ടും നമുക്ക് കളക്ട് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. നെക്സ്റ്റ് വൺ, പ്രിസർവേഷൻ. കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തെന്താണ്? ഇതേ കേടുകൂടാതെ സൂക്ഷിക്കുക, പ്രിസർവ് ചെയ്യുക. അതിനുവേണ്ടി പല കെമിക്കൽസ് ഉപയോഗിക്കും. ഫോർമാലിനോ അസറ്റിക് ആസിഡോ DDTയോ അല്ലെങ്കിൽ കാർബൺ സൾഫൈഡ് പോലുള്ള പല കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇവയെ ലോങ് ടൈം ആയിട്ട് പ്രിസർവ് ചെയ്യുക. പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിനും വ്യത്യാസമായിരിക്കും. ഇറ്റ് വേരീസ് ഫ്രം ഗ്രൂപ്പ് ടു ഗ്രൂപ്പ്. എല്ലാ ജീവികൾക്കും ഒരേ ടൈപ്പ് പ്രിസർവേഷൻ മെത്തേഡ് അല്ല കാണപ്പെടുന്നത്. അതിനനുസരിച്ച് വ്യത്യാസമുള്ള മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്.
ടൈപ്സ് ഓഫ് പ്രിസർവേഷൻ. ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ജീവജാലങ്ങളെ പ്രിസർവ് ചെയ്യാം? ഒന്നാമത്താണ് ഡ്രൈ പ്രിസർവേഷൻ അഥവാ ഡെസിക്കേഷൻ. ബേഡ്സുകളെയും റോഡൻസുകളെയും നമുക്ക് ഡ്രൈ ആയി സ്റ്റഫ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ജീവനില്ലാതെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുന്ന മെത്തേഡാണ് ഡ്രൈ പ്രിസർവേഷൻ. രണ്ടാമത്തത് വെറ്റ് പ്രിസർവേഷൻ അഥവാ ഫ്ലൂയിഡ് പ്രിസർവേഷൻ. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമാലിൻ അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ 90% ആൽക്കഹോളില് ഒരു വെറ്റ് കണ്ടീഷനിൽ ഡാമേജ് ആകാത്ത രീതിയിൽ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡാണ് വെറ്റ് പ്രിസർവേഷൻ. ടാക്സിഡെർമി, അതായത് വെർട്ടിബ്രേറ്റ്സിന്റെ ഒക്കെ സ്കിൻ പ്രിസർവ് ചെയ്യും. ആ ഒരു ഫ്രെയിം പോലെ അനാറ്റമിക് സ്റ്റഡീസിന് ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ് ടാക്സിഡെർമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കെൽറ്റൽ പ്രിപ്പറേഷൻ, നമുക്കറിയാം പല ജീവജാലങ്ങളിലും മാസറേഷന് വിധേയമായിട്ട് ഫ്രോഗും ആനയും പലതിന്റെ സ്കെൽറ്റൻസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഫ്ലഷ് റിമൂവ് ചെയ്തിട്ട് സ്കെൽട്ടൺ അതേപോലെ തന്നെ എന്താണ് എക്സിബിറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന മെത്തേഡാണ് സ്കെൽട്ടൺ പ്രിപ്പറേഷൻ. പ്ലാസ്റ്റിനേഷൻ, ഇതിവിടെ ജീവജാലങ്ങളുടെ ബോഡിക്കകത്തുള്ള വാട്ടറും ഫാറ്റും റിമൂവ് ചെയ്തിട്ട് അതിന് പകരം അവിടെ പ്ലാസ്റ്റിക്സ് ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഇത് ഡ്രൈ ആയിട്ട് ഡ്യൂറബിൾ ആയിട്ട് സ്മെല്ലില്ലാതെ തന്നെ എത്ര നാള് ഇരിക്കാനും കഴിയുന്ന രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് പ്ലാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഫിക്സേഷൻ ടെക്നിക്, ഇഞ്ചക്ഷൻ. പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ഫിക്സ് ചെയ്യുന്ന ടെക്നിക്കാണ് ഒന്ന് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സിറിഞ്ചോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർമാലിൻ ആ ബോഡിക്കകത്തോട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. പ്രത്യേക ലിംസിലോ ടെയിലോ ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയാണ് ഇഞ്ചക്ഷൻ. അടുത്ത മെത്തേഡാണ് സ്ലിറ്റിംഗ്. സ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ഇൻസിഷൻ വാപ്റ്റോൺ ഭാഗത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് സ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡി എൻ എകളെ പ്രിസർവ് ചെയ്യുന്ന സ്പെഷ്യൽ ടെക്നിക്കും ഉണ്ട്. ഡി എൻ എകളെ നമുക്ക് സൂക്ഷിച്ച് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഡി എൻ എ നമുക്ക് 95 അല്ലെങ്കിൽ 100% ഇത്തനോളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. മൈക്രോസ്കോപ്പിക് പ്രിസർവേഷൻ, അതായത് സ്റ്റെയിൻ ചെയ്ത സ്ലൈഡുകളിൽ നമ്മൾ അറിയാലോ മൈറ്റോസിന്റെ സ്റ്റേജ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ സ്ലൈഡ് ഉപയോഗിക്കുന്നില്ല. അതുപോലെ സ്ലൈഡുകളാക്കി ജീവജാലങ്ങളെ പ്രിസർവ് ചെയ്യുന്നത് അതിനാണ് മൈക്രോസ്കോപ്പിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഓഫ് പ്രിസർവേഷൻ നമുക്കറിയാം: കില്ലിംഗ്, ദെൻ ഫിക്സേഷൻ, പിന്നെ എക്സസ് ഉള്ള ഫിക്സേറ്റുകളെ വാഷ് ചെയ്യുന്ന വാഷിംഗ്, ദെൻ അതിനെ സ്റ്റോർ ചെയ്യുന്നു പെപ്പർമെന്റ് യൂസിന് വേണ്ടി, ലോങ് ടൈം യൂസിന് വേണ്ടി 70% ആൽക്കഹോളിൽ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലേബൽ ചെയ്യുന്നു. ലേബൽ ചെയ്യുമ്പോൾ അതിനകത്ത് ലൊക്കാലിറ്റി, ഡേറ്റ്, കളക്റ്റഡ് നെയിം, സയന്റിഫിക് നെയിം ഒക്കെ ലേബൽ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ ക്യൂറേറ്റിംഗ്. The method involves assembling, managing, presenting the same type of collection over a period of time. അതായത് ലോങ് പീരീഡിലേക്ക് ജീവജാലങ്ങളെ അസംബിൾ ചെയ്ത് മാനേജ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്ന മെത്തേഡാണ് ക്യൂറേറ്റിംഗ് എന്ന് പറയുന്നത്. വൺസ് ദ അനിമൽസ് ആർ കളക്ടഡ്, ലേബിൾഡ് ആൻഡ് പ്രിസർവ്ഡ്, ദ നെക്സ്റ്റ് ജോബ് ഈസ് ഓഫ് ദെയർ സേഫ് കസ്റ്റഡി ആൻഡ് കാറ്റലോഗ്. ഒരു തവണ നമ്മൾ അനിമൽസിനെ കളക്ട് ചെയ്ത് ലേബൽ ചെയ്ത് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അവയെ സേഫ് ആയിട്ട് കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെക്കുക, അത് കാറ്റലോഗ് ചെയ്യുക. അതിൽ വരുന്ന ടെക്നിക്കൽ ഒന്ന് ലേബലിംഗ് എന്താ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ സ്പെസിമെൻ നമ്മൾ ലേബൽ ചെയ്യും. അതിനകത്ത് ഡേറ്റ്, എന്നാണ് കളക്ട് ചെയ്ത ഡേറ്റ്, അതിന്റെ ലൊക്കാലിറ്റി, കളക്ടന്റ് നെയിം, പിന്നെ സ്പീഷീസിന്റെ ഇൻഫോർമേഷൻ, നെയിമും ഫാമിലിയും ഒക്കെ ലേബൽ ചെയ്ത് വെക്കാം. അടുത്ത ടെക്നിക്കാണ് കാറ്റലോഗ്. അതായത് ജീവജാലങ്ങളുടെ ഇൻഫോർമേഷൻ ഡേറ്റാ ബേസിലൂടെ എൻട്രി ചെയ്ത് സൂക്ഷിക്കുന്നതാണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. അടുത്ത ടെക്നിക്കാണ് എൻവയോൺമെന്റൽ കൺട്രോൾ. നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്പെസിമെൻസിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനോ മറ്റ് പെസ്റ്റിന്റെ ഇൻഫെക്ഷനോ ഉണ്ടാവും. അത് ലോങ് ടൈം ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. അതിനുവേണ്ടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിനെ പ്ലേസ് ചെയ്യും. കൂൾ ആയിട്ടുള്ള, ഡാർക്ക് ആയിട്ടുള്ള, ഫയർ റെസിസ്റ്റ് ഏരിയസിലായിരിക്കും ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. അടുത്താണ് ടൈപ്പ് സ്പെസിമെൻ മാനേജ്മെന്റ്. ടൈപ്പ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോ ഒരു ജീവജാലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാ എവിഡൻസും കിട്ടുന്ന, എല്ലാ ഇൻഫർമേഷൻ തരുന്ന സ്പെസിമെൻ ഏതാണോ അതിന് നമ്മൾ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിന് ഹോളോ ടൈപ്പ് എന്ന് പറയാറുണ്ട് അല്ലെ. ഈ ഹോളോ ടൈപ്പിന് പ്രത്യേകം സൂക്ഷിച്ച് വെക്കാറുണ്ട്. പ്രത്യേക പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി റൂമിൽ ആ ടൈപ്പ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതിന്റെ ബേസിലാണ് ജീവജാലത്തിനെ ടാക്സോണമി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന് സൂക്ഷിക്കുന്ന മെത്തേഡാണ് ടൈപ്പ് സ്പെസിമെൻ മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പെസിമെൻ കിട്ടി, അതിനെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് തയ്യാറാക്കി, ഹോളോ ടൈപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എടുക്കുന്നു. ആ ഡീറ്റെയിൽസിൽ ക്യാരക്ടേഴ്സിന്റെ ബേസിൽ ആ ജീവിയുടെ ഏത് ഫാമിലി, ഏത് ജീനസ്, ഏത് സ്പീഷീസ്, അതുപോലെ ഓർഡർ, ക്ലാസ് എല്ലാം ഡിറ്റർമിൻ ചെയ്ത് അതിന്റെ ആ ജീവി ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഐഡന്റിഫിക്കേഷൻ. ഏതൊക്കെ രീതിയിലാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്? ഒന്ന് മോർഫോളജിക്കൽ ആൻഡ് ടാക്സോണമിക്കൽ ഐഡന്റിഫിക്കേഷൻ. ജീവജാലങ്ങളുടെ മോർഫോളജി വെച്ചിട്ട് കിട്ടുന്ന അവൈലബിൾ ആയിട്ട് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ടാക്സോണമിക് കീസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ജീവിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ടാക്സോണമിക് കീയിലൂടെ നമ്മൾ ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു. കമ്പാരറ്റീവ് അനാട്ടമിയിലൂടെ, അതായത് അനാട്ടമിക്കൽ സ്റ്റഡീസിലൂടെ ഒരു ബോഡിയിലുള്ള അനാട്ടമിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിൽ ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാറ്. മോർഫോമെട്രിക്സ്, അതായത് ഷെല്ലിന്റെ ഷേപ്പ്, ഫിൻ ലെങ്ത്, അതുപോലുള്ള ചില ഫീച്ചേഴ്സ്, ബോഡി പാർട്സിന്റെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ നടത്താറുണ്ട്.
മൈക്രോസ്കോപ്പി പ്രോട്ടോസോവന്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ മൈന്യൂട്ട് സ്കെയിലിന്റെയും റാഡിലുടെയും അപ്പനജിസിന്റെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ ബേസിൽ ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. സ്റ്റഡി സ്കിൻസ് ആൻഡ് ടാക്സിഡെർമി, നേരത്തെ പറഞ്ഞ കണക്കില് ബേഡ്സിന്റെ മാമൽസിന്റെ സ്കിൻ അല്ലെങ്കിൽ സ്കള്ളിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഫ്ലൂയിഡ് പ്രിസർവേഷൻ, നേരത്തെ പറഞ്ഞില്ലേ ഫോർമാലിലോ മറ്റേതെങ്കിലും ലിക്വിഡിലൊക്കെ സൂക്ഷിക്കുന്ന അനിമൽസിന്റെ അനിമൽസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിന്റെ ക്യാരക്ടേഴ്സ് ബേസിൽ നമ്മൾ ജീവികളെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. മോഡേൺ മോളിക്കുലർ ആൻഡ് ബയോകെമിക്കൽ മെത്തേഡ്, ഇന്ന് പല മോളിക്കുലർ മെത്തേഡുകളും ബയോകെമിസ്ട്രി മെത്തേഡുടെയും ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ DNA ബാർകോഡിംഗ്, കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. DNA ബാർകോഡിംഗ് ചെയ്തുകൊണ്ട് ജീവജാലങ്ങളുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി അവയെ ഐഡന്റിഫൈ ചെയ്യുന്നു. മോളിക്കുലർ ടാക്സോണമി DNA സീക്വൻസിംഗ് മെത്തേഡിലൂടെ, അതുപോലെ RFLP റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം വഴി, RAPD റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫ് DNA മെത്തേഡ് വഴി, കീമോ ടാക്സോണമി അല്ലെങ്കിൽ സൈറ്റോ ടാക്സോണമി, നമുക്കറിയാം കെമിക്കൽസിന്റെ ബേസിലോ അല്ലെങ്കിൽ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയ ക്രോമസ് നമ്പറിന്റെ ബിഹേവിയറിന്റെ ഷേപ്പ് അതിന്റെ ബേസിലോ ജീവജാലങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ് ഓർ ഇലക്ട്രോഫോറസ് മെത്തേഡിലൂടെ സബ്സ്റ്റൻസുകളെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ ബേസിൽ ജീവജാലങ്ങളെ എന്ത് ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡുകളും ഇന്നുണ്ട്. ഫിസിയോളജിക്കൽ ആൻഡ് അതർ ടെക്നിക്സ്, അതായത് ഇമ്മ്യൂണോ അസേ ടെക്നിക്ക്, നമുക്കറിയാം ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ നടത്താറുണ്ട്. സ്റ്റേബിൾ ഐസോടോപ്പ് അനാലിസിലൂടെയും ബയോ അക്യൂസ്റ്റിക്സ്, അതായത് ചില സൗണ്ട് പാറ്റേണിന്റെ വ്യത്യാസത്തിൽ ബേഡ്സിനെയും മാമൽസിനെയും ചില ഫിഷസിനെയും സൗണ്ട് പാറ്റേണിലുള്ള വ്യത്യാസത്തിൽ ജീവജാലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ക്രൊമാറ്റോഗ്രാഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫിലൂടെ ലിപ്പിഡ് കമ്പോസിഷനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ബേസിൽ ജീവജാലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെന്റ് ടാക്സോൺ പ്രൊസീജിയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.